ലൈഫ് ഓഫ് ട്രാവൽ ഡേയ്സിൻ്റെ മാന്യ പ്രേക്ഷകർക്കും ഫാമിലി മെമ്പേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാപ്പാട് ബീച്ചിലാണ്. നമുക്കൊന്ന് പോയി നോക്കാം. വാസ്കോ ഡ ഗാമ 1498 കപ്പലിറങ്ങിയ സ്ഥലം കൂടിയാണ് കാപ്പാട്. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത് ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. കുറച്ച് സമയം ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് അവിടേക്ക് പോയി നോക്കാം. കുറച്ച് ദൂരെയാണ് ഈ സ്ഥലമുള്ളത്. ബീച്ചിൽ നിന്നും ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് ആ സ്ഥലവും കാണാം. ഓക്കെ, വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്ക് വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയ ലൊക്കേഷനിലേക്ക് പോകേണ്ടതുണ്ട്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞങ്ങൾ ഈ ചാനലിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. എല്ലാവരും ആ വീഡിയോ കണ്ടു കാണുമെന്ന് കരുതട്ടെ. കോഴിക്കോട് ബീച്ചും വിശേഷങ്ങളും കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ആ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാപ്പാട് ബീച്ചിലാണ്. എല്ലാ പ്രേക്ഷകർക്കും കാപ്പാട് ബീച്ചിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കാപ്പാട് ബീച്ച് അറിയപ്പെടുന്നത് ഒരു ഹിസ്റ്റോറിക് ബീച്ചായിട്ടാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് വാസ്കോ ഡ ഗാമ ഇവിടെ കാല് കുത്തിയതിനാലാണ് ഈ ഒരു പേര് വരാൻ കാരണം. ഇപ്പോൾ വികസനത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബീച്ചായിട്ടാണ് നമ്മൾ കാപ്പാട് ബീച്ചിനെ കാണുന്നത്. ഇനിയും വികസനങ്ങൾ കുറേ വരാനുണ്ട്. എല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ കഴിയും. കുട്ടികൾക്ക് കളിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ പാർക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. കുടിവെള്ളം ലഭിക്കുന്ന സൗകര്യവും ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ബീച്ചിലെ എല്ലായിടത്തും ഇതുപോലെ ചെറിയ ഷെഡുകൾ നമുക്ക് കാണാം. നമുക്ക് വന്നിരുന്ന് റെസ്റ്റ് എടുക്കുന്നതിനും അതുപോലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും ഇവിടെ സാധിക്കും. വേസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ കറക്റ്റ് പ്ലേസിൽ തന്നെ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. നമുക്ക് വന്നിരിക്കാനും ബീച്ചിലെ കാഴ്ചകൾ കണ്ട് കാറ്റുകൊള്ളാനും വേണ്ടി ഇവിടെ കുറേ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല മാർബിളും ഗ്രാനൈറ്റും ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല വൃത്തിയുള്ള ഇരിപ്പിടങ്ങൾ തന്നെ. ഈ കാപ്പാട് ബീച്ചിന് വളരെ നല്ലൊരു ബ്യൂട്ടിയാണ് കേട്ടോ. നമുക്ക് കോഴിക്കോട് ബീച്ചിലെ പോലെയല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരു ബീച്ചായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുക.
കടലിൽ നമുക്ക് ഒരു റോഡ് കെട്ടിയതുപോലെ കാണാൻ സാധിക്കും. ഈ റോഡിൻ്റെ എൻഡിലേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ കുറേ ഔട്ട്ഡോർ ഷൂട്ടിങ്ങും നടക്കാറുണ്ട്. ഇന്ന് തന്നെ ഇവിടെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്ത ദൃശ്യങ്ങളിൽ ഞാനത് കാണിച്ചു തരാം. നമ്മൾ ഈ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കടലിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. നിങ്ങളും കാപ്പാട് ബീച്ചിൽ വരികയാണെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന്. അവർ നല്ല ഭംഗിയിൽ അത് എടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് തിരമാലകൾ വെച്ചിട്ടാണ് അവരത് ഷൂട്ട് ചെയ്യുന്നത്. നമുക്കിനി വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയ ലൊക്കേഷനിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ബീച്ചിൻ്റെ ഓപ്പോസിറ്റുള്ള പള്ളിയുടെ ഫ്രണ്ടിൽ കൂടി ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാം. ഇതാ ഇവിടെയാണ് 500 വർഷങ്ങൾക്ക് മുൻപ് വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയ ലൊക്കേഷൻ. വാസ്കോ ഡ ഗാമ 1498 ഇവിടെ കാലുകുത്തിയത്. അതിൻ്റെ ഒരു നെയിം ബോർഡും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ബീച്ചിൻ്റെ ഓപ്പോസിറ്റായി ഒരു ചിൽഡ്രൻസ് പാർക്കും നമുക്ക് കാണാൻ സാധിക്കും. കാപ്പാട് ബീച്ചിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ നല്ല കനത്ത മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും മീൻ പിടിക്കാൻ പോകുന്നില്ല. തോണികളെല്ലാം ഇവിടെ കയറ്റിയിട്ടിട്ടുണ്ട്. കടൽക്ഷോഭം കാരണമാണ് മീൻ പിടിക്കാൻ പോകാത്തതെന്ന് അവർ പറഞ്ഞു. ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് ഈ തോണികളിൽ പോയിട്ടാണല്ലോ നമുക്കെല്ലാം മീനുകൾ കിട്ടുന്നതെന്ന് ഞാൻ ആലോചിച്ചു.
കാപ്പാട് ബീച്ചിനോട് അപ്പോൾ നമ്മൾ വിട പറയുകയായി. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ലൊക്കേഷനുമായി നമ്മൾ വീണ്ടും എത്തുന്നതാണ്. അതുവരേക്കും സൈനിങ് ഓഫ്.